എല്ലാവർക്കും ഹാപ്പി വിഷു. ഇതാണ് നമ്മുടെ വീട്ടിലെ കണി. രാത്രി തന്നെ ഏട്ടൻ കണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4:15 ആയപ്പോ തന്നെ എന്നെയും ഉണ്ണിനെയും എല്ലാവരും ഉണർത്തി കണി കാണിച്ചു തന്നു. ഉണ്ണിയുടെ അടുത്ത് രാത്രി തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ എണിപ്പിക്കും, കണി കാണണം, തമ്പായി കാണണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തതുകൊണ്ട് അവള് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. പകുതി ഉറക്കക്ഷീണത്തിലാണ് അവള് പടക്കം പൊട്ടിക്കണം എന്നുള്ളൊരു മൈൻഡിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ ഞെട്ടിക്കുന്ന പോലെ വലിയ വലിയ പടക്കമൊന്നും പൊട്ടിക്കാതെ കമ്പിത്തിരിയും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പൊട്ടിച്ച് സന്തോഷിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഓർമ്മ വന്നത്. കാരണം എന്താന്ന് വെച്ചാൽ എന്തൊക്കെ തന്നെ കണിക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്താലും നമ്മളെ രാവിലെ ഒരാൾ കണി കാണിക്കുക എന്നുള്ള കാര്യം നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. പണ്ട് അച്ഛനും അമ്മയും ഒക്കെയാണ് ഇതുപോലെ കണി കാണിക്കാൻ കൊണ്ടുപോവുക. ഇന്ന് ആ സ്ഥാനത്ത് ഏട്ടനാണ് എന്നെ കണി കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അവൾക്ക് കിട്ടുന്ന പൈസ മുഴുവൻ ആ മണി ബോക്സിൽ സേവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവള് ക്യാഷ് കിട്ടിയത് മണി ബോക്സ് ഫില്ല് ചെയ്യാൻ തുടങ്ങിയിട്ട് ഫില്ല് ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കഥയും പറഞ്ഞു. അവൾക്ക് ഓർക്കക്ഷീണം മാറാൻ വേണ്ടി കഥയും പറഞ്ഞിരിക്കുകയാണ്. ഒരു ചായയൊക്കെ കുടിക്കാന്ന് വിചാരിച്ച് ഞങ്ങള് ചായയൊക്കെ കുടിച്ചു. നേരെ വെളുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ചായ കുടിക്കുന്ന ഗ്യാപ്പിൽ ഇവര് അച്ഛനും അവളും കൂടെ വെളിയിൽ ഭയങ്കര പണിയായിരുന്നു. വണ്ടിന്റെ ബാക്കിലെ സീറ്റ് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഏട്ടനും അവളും കൂടെ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വീഴരുത് എന്നുള്ള രീതിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ തന്നെ സീറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്നുപേരും കൂടെ അമ്പലത്തിൽ പോകാൻ റെഡിയായി. അമ്പലത്തിൽ പോവാണ്. ചെറാട് വനദുർഗ ദേവി ക്ഷേത്രത്തിലേക്കാണ് പോണത്. മലമ്പുഴ വഴി വന്നിട്ടുള്ളവര് ഈ അമ്പലത്തിന്റെ ആർച്ച് എന്തായാലും കണ്ടിട്ടുണ്ടാവും. കുറച്ചുള്ളിലേക്ക് പോകണം. അകത്ത് കയറി നല്ലോണം തൊഴുതു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടാ. പിന്നെ അവിടെ വെച്ചിരിക്കുന്ന കുറി കണ്ടു കഴിഞ്ഞാൽ ഉണ്ണിക്ക് ഭയങ്കര ആകാംക്ഷയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ എന്റെ വീട്ടിലേക്കാണ് പോയത്, നെന്മാറയിലേക്ക്. അവിടെ പോയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എല്ലാവരും ഉണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് കൂടെ കുടിക്കോളൂ.